എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ചായ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പാലപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കടലയും കൂടെ കറി വയ്ക്കണം കേട്ടോ. അപ്പം ഞാൻ ചായ തിളച്ച് വേറായിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ തേയില ഇട്ടപ്പോൾ കടുപ്പം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തന്നെ കുറച്ച് തേയിലയും കൂടെ ഇട്ട് കടുപ്പത്തിലെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാവർക്കും ഒന്നും രാവിലെ ചായ വേണ്ട. ഞങ്ങൾക്കിപ്പോൾ 2-3 പേർക്ക് മതി. അപ്പം ചായ കുടിയും കാപ്പി കുടിയൊക്കെ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ മോളിപ്പോൾ ജിമ്മിൽ പോണതുകൊണ്ട് ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കിയിരിക്കുക. അത് കാരണം പാലിപ്പം 1 ലിറ്റർ പാല് രാവിലെ വാങ്ങിക്കും. പക്ഷേ അത്രയും വേണ്ട പാല്. പിന്നെ നമുക്ക് പിന്നെ വെച്ചിട്ട് നമുക്ക് മോര് കാച്ചാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം. അങ്ങനെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. കടല കറി വെച്ച് പിന്നെ രാവിലെ തന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നേ. മോൾക്ക് ചോറ് കൊണ്ടുപോകണമായിരുന്നു. മോനും ചോറും കൊണ്ടാണ് പോകുന്നത്. ഇപ്പം നേരത്തെ രാവിലത്തെ ഫുഡേ കൊടുത്തു വിടുകയുള്ളായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്കുള്ളതും കൂടെ കൊടുത്തു വിടാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മീൻകാരൻ വന്ന് അങ്ങനെ കിട്ടിയത് കിളിമീനായിരുന്നേ. കിളിമീൻ വാങ്ങിച്ചപ്പോൾ അത് മുളക് കറി വയ്ക്കാൻ വേണ്ടത് ക്ലീനാക്കിയൊക്കെ എടുത്ത് മുളക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ചേർത്തിട്ട് നമുക്കതൊന്ന് കറിയാക്കി എടുക്കാൻ പോകണം. പിന്നെ കുറച്ച് കരിനന്തനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കറി വയ്ക്കാനൊന്നും പറ്റത്തില്ല. സാധാരണ നല്ല മുള്ളുള്ള മീനല്ലേ, കാൽസ്യം ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക അതൊന്ന് പൊള്ളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ അതൊക്കെയായിരുന്നു കറികളെ. പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് കഴുകാനായിട്ടേ നമുക്ക് ലിക്വിഡ് തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഓൺലൈനായിട്ട് മോനത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോൻ്റെ ഒരു ഫ്രണ്ടാണത്. ഒരു വണ്ടിയെ കൊണ്ടുവന്നിട്ട് വിളിച്ചപ്പോൾ ഞാനത് പിന്നെ ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ആക്കിയപ്പം നമുക്കത് ഒരു ബോക്സിലത് 5 എണ്ണമാണ്. നമുക്കൊരു 50 രൂപ തന്നെ നമുക്ക് ലാഭമാണ് ഒന്നിച്ചെടുത്തപ്പോഴേ. അത്യാവശ്യം നല്ല ഒരു പ്രോഡക്റ്റാണത്. പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ കുറച്ച് വൻപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് സമയം അത് വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം വിസിലടുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് പയർ വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരുന്ന് കുതിരട്ടെ. പിന്നെ ഞാൻ കുറച്ച് മല്ലി പൊടിപ്പിക്കാനായിട്ട് അത് ഒന്ന് കഴുകിയെടുക്കണമായിരുന്നു. അങ്ങനെ അതും നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ചേ ഉള്ളായിരുന്നു, ഒരു 1/2 കിലോളേ വരുള്ളൂ, അത്രയേ ഉള്ളൂ. നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ബാക്കിയുള്ളതൊന്ന് പൊടിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ മല്ലിയൊക്കെ എന്ത് അഴുക്കാണെന്നറിയാമോ. നമ്മൾ മല്ലിപ്പൊടിയൊക്കെ വാങ്ങിച്ച് കറികളിലൊക്കെ ചേർക്കണേക്കാളും നമുക്ക് ഇതുപോലെ കഴുകിയൊക്കെ ഉണക്കി പൊടിപ്പിച്ചൊക്കെ എടുക്കണമെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലെ കഴുകി ഉണക്കാനൊക്കെ ഒരു മെനക്കേടൊക്കെ തോന്നും. അത് ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. കഴുകിയെടുത്ത് വെയിലത്തിട്ട് കഴിഞ്ഞപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിയൊക്കെ കിട്ടും. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ടെറസിൽ ഒരു പായയിൽ വിരിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, മുളകും മല്ലിയൊക്കെ ഉണക്കി തന്നെ പിടിച്ചെടുക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മില്ലുള്ളത് കൊണ്ട് ഒരുപാടൊന്നും ദൂരെ പോയി പൊടിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ അതെല്ലാം ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചാമ്പയുടെ ഇല ഒരുപാട് വാതിക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വാരാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. എപ്പോഴും ഇല ഇങ്ങനെ ഇടർന്ന് വീഴേണ്ടിയിരിക്കും. അത് തന്നെയല്ല, നമ്മുടെ ചാമ്പ പൂത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കായ്കളെല്ലാം അടർന്നിങ്ങനെ താഴെ കിടക്കുകയാണ്. അപ്പോൾ എത്ര തൂത്ത് കളഞ്ഞാലും ഇതിങ്ങനെ പോകത്തില്ല. ചൂലുകൊണ്ട് അടിച്ചാൽ അതങ്ങനെ കായ് ഇങ്ങനെ പോകാതെ അവിടെ കിടക്കും. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വേണം നമ്മളിങ്ങനെ തൂത്ത് എപ്പോഴും ഇങ്ങനെ അടിച്ചു വാരാനേ നേരമുള്ളൂ. ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് വീണ് കിടക്കുമ്പോഴേ എന്തൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആരെങ്കിലും കണ്ടാൽ തന്നെ ഓർക്കും ഇതെന്താ തൂക്കുന്നില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളത് തൂത്തിട്ട് ഇങ്ങോട്ട് പോകുന്ന പുറകെ ഇരിക്കും ഇത്രയും ഇല വീണ് കിടക്കുന്നത്. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ചെറിയ കായ്കളാണ്. ഇതിന് വലുതായി വലിയ ചാമ്പയ്ക്ക ആയി കഴിയുമ്പോഴേ, ആപ്പിൾ ചാമ്പയ്ക്കയാണിത്. എന്നിട്ടിത് വലുതായി ചാമ്പയ്ക്ക ആയി കഴിയണ സമയത്ത് കിളികളും വവ്വാലും
അണ്ണാനും ഒക്കെ വരും. എന്നിട്ട് ഇതെല്ലാം കടിച്ച് താഴെ ഇട്ട് കഴിയുമ്പോൾ ഇതിനേക്കാളും കഷ്ടപ്പാടാണ് ഒന്ന് അടിച്ചു വാരി കളയാനായിട്ട്. ചൂലുകൊണ്ട് അടിച്ചാലൊന്നും പോകത്തില്ല. ഇപ്പം പിന്നെ ഇത്രയും കഷ്ടപ്പാടേ ഉള്ളൂ, ഇനി കഷ്ടപ്പാട് വരാനിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ എൻ്റെ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഗേറ്റിന് വെളിയിലുമൊക്കെ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചേർത്തലേ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല അവിടെയാണ് കേട്ടോ തിരുമ്മലിനും കിഴി വയ്ക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനും ചേട്ടായിയും കൂടെ ഇനിയിപ്പോൾ ഇപ്പോൾ പോകാനുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ പോയി മേലൊക്കെ കഴുകി റെഡിയായി ഞങ്ങൾ ചേർത്തലയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ അടുത്തുനിന്ന് തന്നെ താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തതാണ്. നമ്മുടെ കണിച്ചുളങ്ങര അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ കൊടിയേറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അടുത്തത് താലിചാർത്താണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ താലിചാർത്താണ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ വൻപയർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. മെഴുക്കുപുരട്ടിയായിട്ടാണ് എടുത്തത്. ചമ്മന്തി ഉണ്ട്, കഞ്ഞി. അപ്പോൾ രാത്രിയിൽ ഇത് തന്നെയല്ലേ നമുക്ക് കഴിക്കാൻ നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ടാറ്റാ.